ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ദൈവം നടത്തുന്ന എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ, ആശീർവാദങ്ങൾ, നന്മകൾ, അനുഗ്രഹങ്ങളൊക്കെയും പ്രാപിപ്പാൻ സ്വർഗം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പനത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാപ്രവചനം 43 അധ്യായം അതിൻ്റെ 1 വാക്യം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. യെശയ്യാപ്രവാചകനിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്, ഇസ്രായേൽ ജനത്തോട് ഇടപെടുന്ന ഒരു ഭാഗമാണ്. ഇപ്പോഴും യാക്കോബേ, ഞാൻ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചതുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആലോചന പറയുകയാണ്, ഞാൻ ഇത് അരുളി ചെയ്യുന്നു. എന്താ അരുളി ചെയ്യുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവിക ജനത്തിനോട് ദൈവം പറയുന്നൊരു കാര്യമാണ് ഭയപ്പെടേണ്ട. ഏത് പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയാലും, ഏത് മേഖലകളിൽ കൂടെ കടന്നുപോയാലും, ദൈവ ആലോചന, ദൈവവചനമനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ ദൈവവചനം പറയുകയാണ്, നീ ഭയപ്പെടേണ്ട. ഏത് സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോയാലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ, നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും സ്വർഗം വീണ്ടെടുത്തിരിക്കുന്നുവെങ്കിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മറ്റൊരു വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ തന്നെ പറയുകയാണ്, നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിട്ടുണ്ട്, നീ എനിക്കുള്ളവൻ തന്നെ. ഇതിൽ കൂടിയ വലിയൊരു വാഗ്ദത്തം നമുക്ക് കിട്ടാനില്ല. സ്വർഗം പറയുകയാണ്, നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ആ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവവൈദ്യനോട് പറയുകയാണ്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇസ്രായേൽ ജനത്തിന് മിസ്രയീമിൽ നിന്ന് ചെങ്കടലിൽ കൂടെ കടന്നുകൊണ്ടു പോകുമ്പോൾ ദൈവം കൂടെ ഇരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അവരോട് ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം മോശ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയായിത്തീരും. ദൈവം വിളിച്ചിറക്കിയിരിക്കുന്നുവെങ്കിൽ, ദൈവം കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നുവെങ്കിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒന്നിനും നിന്നെ തകർത്ത് കളയുവാൻ സാധിക്കത്തില്ല എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുമില്ല. അടുത്തൊരു വാഗ്ദത്തമാണ്, നീ തീയിൽ കൂടെ നടന്നാലും അഗ്നിജാലം നിന്നെ നശിപ്പിക്കുവാനിടയായി തീരുകയില്ല. നമുക്കറിയാം, ദാനിയേൽ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് തീയിൽ തള്ളിയിട്ടൊരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ വന്നെങ്കിലും സ്വർഗം അവരെ തകർത്ത് കളയുവാനിടയായിത്തീർന്നില്ല. അതിൻ്റെ നടുവിൽ യഹൂദാഗോത്ര സിംഹമായിരിക്കും ദൈവമയുടെ നടുവിലിറങ്ങുവാനിടയായിത്തീർന്നു. എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവത്തിലെ, ഏത് പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ കൂടി നീ കടന്നു പോയാലും ദൈവം നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നുവെങ്കിൽ, ദൈവം നിന്നെ കണ്ടിരിക്കുന്നുവെങ്കിൽ, ദൈവം നിന്നെ വീണ്ടെടുത്തിരിക്കുന്നുവെങ്കിൽ നിന്നെ തകർത്ത് കളയുവാൻ ഒരു വെള്ളത്തിനോ ഒരു അഗ്നിജാലയ്ക്കോ അത് നടക്കുകയില്ല. കാരണം ദൈവം നിന്റെ രക്ഷകനാണ്, ദൈവം നിന്റെ പരിപാലകനാണ്. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ദൈവത്തിലെ, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടെയും, ഏത് കഷ്ടതയുടെ നടുവിൽ കൂടെയും നീ കടന്നു പോകുമ്പോൾ ഒരു ബോധ്യമുണ്ടായിരിക്കണം, സ്വർഗം എന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ ദൈവത്തിന് ഉള്ളവനെന്നൊരു ബോധ്യം ജീവിതത്തിനുണ്ടാകണം. അങ്ങനെ ബോധ്യമുള്ള ദൈവത്തിലെ നിന്നെ തകർത്ത് കളയുവാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. കാരണം നീ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ പുത്രിയാണ്, ദൈവത്തിൻ്റെ ജനമാണ്. നീ ദൈവത്തിന് വേണ്ടി വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലാണ്. ഇന്ന് എന്നെ ശ്രമിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങളുടെ മധ്യ ഇറങ്ങി വരുവാനിടയായി തീരും. ദൈവസ്ഥനിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുവാൻ തയ്യാറായാൽ, പൂർണ്ണമായി ദൈവസ്ഥനിലേക്ക് താഴുവാൻ തയ്യാറായാൽ, പൂർണ്ണമായി ദൈവസ്ഥനിലേക്ക് അടുക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുവാനിടയായി തീരും. അതുകൊണ്ട് വായിച്ച വാക്യം ഇപ്രകാരമാണ്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ദൈവവാഗ്ദത്തം എനിക്കുള്ളവനെന്ന ബോധ്യമായിക്കൊണ്ട് വരുന്ന നാളുകളിൽ ആ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം, അതിനായി ഒരുക്കാം. ഈ തിരുവചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. കർത്താവെ, കേൾക്കപ്പെട്ട വചനം അനുഗ്രഹമായി തീരണം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ സ്വർഗം അയക്കണമേ. വചനം കേൾക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കർത്താവെ ചലിക്കുന്നതിനായി സ്തോത്രം. സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ
നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. ആമേൻ.